നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നു. ആ കോള് അറ്റൻഡ് ചെയ്തപ്പോൾ പോലീസുകാർ പോലും വിറച്ചു പോകുന്നു. ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് നടന്നിരിക്കുന്നത്. അതായത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ വിവരം ആ അമ്മ തന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. സാറേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് പുറത്തു വന്നത്. 6 വയസ്സുകാരനെ സ്വന്തം അമ്മ കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിവരം. കോഴിക്കോട് കാക്കൂർ പുന്നശ്ശേരിയിലാണ് ഇത്തരത്തിലൊരു അരുംകൊല നടന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് ആ അമ്മ കൊലപാതകം നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മകൻ നന്ദഹർഷിനെയാണ് ഇത്തരത്തിൽ അമ്മ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ അമ്മ അനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് ചികിത്സയിലായിരുന്നവരായിരുന്നു ഇവർ എന്നുള്ളത് എങ്കിലും കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം വിവരം വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഇതൊരു മാനസിക വിഭ്രാന്തിയിൽ മാത്രം നടത്തിയിട്ടുള്ള കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിരിക്കുന്ന, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു കാര്യം തോന്നാനുള്ള, ഒരു കൊലപാതകം നടത്താനുള്ള പ്രേരണയുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. നന്ദഹർഷിന്റെ പിതാവായിട്ടുള്ള ബിജീഷ് രാവിലെ ജോലിക്ക് പോയിരുന്നു. ഇതേ സമയത്ത് ഇരുവരും അവിടെ തനിച്ചായിരുന്നു. ആ സാഹചര്യത്തിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. മകനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് താൻ തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. കാക്കൂർ സരസ്വതി വിദ്യാമന്ദിറിലെ UKG വിദ്യാർത്ഥിയായിരുന്നു ഈ പറയുന്ന കൊല ചെയ്യപ്പെട്ടിട്ടുള്ള നന്ദഹർഷൻ എന്ന് പറയുന്നതാണ്. KSFE ജീവനക്കാരിയായിരുന്നു കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള അനു. അതേസമയം വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ മറ്റൊരു കുഞ്ഞിന്റെ കൊലപാതകം, അതായത് ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ കാണാതാകുന്നു. പിന്നീട് ആ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയതിന്റെ പിന്നാലെയാണ് ആ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് അമ്മയും ആൺ സുഹൃത്തും ചേർന്നാണ് എന്നുള്ള വാർത്ത കൊല്ലത്ത് നിന്ന് പുറത്തു വന്നത്. അതായത് പുനലൂരിൽ 2 വയസ്സുള്ള കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട് അന്വേഷണം ഇതേ രീതിയിൽ തന്നെ നിന്നത് സ്വന്തം അമ്മ തന്നെ ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തു എന്നുള്ള വാർത്തയിലേക്കായിരുന്നു. കുഞ്ഞിനെ അമ്മയും 3ാം ഭർത്താവും ചേർന്നുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത്. കുഞ്ഞിന്റെ അമ്മൂമ്മ നൽകിയ പരാതിയിൽ പുനലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. തമിഴ്നാട്ടിൽ വെച്ചാണ് ഈ 2 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുഞ്ഞിന്റെ അമ്മ കലാസൂര്യ തമിഴ്നാട്ടുകാരനായിട്ടുള്ള കണ്ണൻ എന്നയാളെ 3ാമതായിട്ട് വിവാഹം കഴിച്ചിരുന്നു. അതിനുശേഷം 2ാം വിവാഹത്തിലെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള സൂചനകൾ. അതിന് പിന്നാലെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വിവരം. ഇരുവരും തമിഴ്നാട്ടിലെ തെങ്കാശിയിലും മധുരയിലുമായിട്ട് താമസിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൊലപാതകം കൂടെ നടത്തുന്നത്. കുഞ്ഞില്ലാതെ അമ്മ നാട്ടിൽ എത്തിയതിൽ സംശയം തോന്നിയതോടെ കുഞ്ഞിന്റെ അമ്മൂമ്മ പോലീസിനെ സമീപിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. പുനലൂർ പോലീസ് ഇതേ തുടർന്ന് അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് മദ്യലഹരിയിൽ തന്റെ ഭർത്താവായിട്ടുള്ള കണ്ണൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് അമ്മ തന്നെ മൊഴി നൽകിയത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തത് കലാസൂരിയുടെ സഹായത്തോടെ കൂടെ തന്നെയാണ് എന്നും കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് കലാസൂരിയുമായി മധുരയിൽ എത്തി അന്വേഷണം നടത്തുകയായിരുന്നു പോലീസ്. കണ്ണൻ ജോലി ചെയ്തിരുന്ന കോഴി ഫാമിൽ 1 മാസം മുമ്പാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. തമിഴ്നാട് ചിക്കാനൂരിനെ പോലീസിന്റെ സഹായത്തോടെ കണ്ണനെ പിടികൂടുകയായിരുന്നു. തമിഴ്നാട് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പിന്നീട് കോടതി നടപടിയിലേക്ക് എത്തിച്ചു. എന്തായാലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ കുട്ടികൾക്ക് നൽകുന്ന സംരക്ഷണം അതിപ്പോൾ മാതാപിതാക്കൾക്ക് കയ്യിൽ പോലും അത്തരത്തിൽ സുരക്ഷിതമല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ഇതേ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ ബന്ധത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ
എങ്ങനെ നോക്കും എന്നുള്ളതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകങ്ങൾ. അതേ സമയത്ത് മറുവശത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോഴിക്കോട് ഉണ്ടായതുപോലെ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള പെട്ടെന്നൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാരന്റ്സ് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വളരെ വലിയൊരു ആശങ്കയിലേക്കാണ് എത്തുന്നത്. കാരണം ഇവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് ഒരു കുഞ്ഞിന്റെ ജീവനും ജീവിതവുമാണ്. ആ കുഞ്ഞ് എന്തിനാണ് മരണപ്പെടുന്നത് എന്ന് പോലും അറിയാതെയാണ് ഈ ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോട് കേസിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ തുടർന്നു വരികയാണ്. ചില സമയങ്ങളിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കാറുള്ളതായിരുന്നു യുവതി എന്നതിനാൽ ഈ കൊലപാതകം നടന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് താൻ തന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ സമയത്ത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകൾ അടക്കം നോക്കിക്കൊണ്ടുള്ള അന്വേഷണ നടപടികളാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വിവരം.